അയ്യപ്പൻകോവിൽ ശാന്തിപ്പാലത്ത് മണ്ണിടിഞ്ഞ് തകരാറിലായ ജില്ലാ പഞ്ചായത്തിന്റെ പകൽ വീടിന്റെ തകരാർ പരിഹരിക്കാൻ നടപടി ആരംഭിച്ചു. 2017 നിർമ്മിച്ച കെട്ടിടം 2018 മണ്ണിടിഞ്ഞ് തകരാറിലായത്. മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച കെട്ടിടം പ്രവർത്തിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് 2024-2025 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ചപ്പാത്ത്, പച്ചക്കാട്, മരുതുംപേട്ട, ശാന്തിപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് പകൽ സമയത്ത് വിനോദോപാധികളിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് ശാന്തിപ്പാലത്ത് പകൽ വീട് നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. ശാന്തിപ്പാലത്ത് സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ ഭൂമിയിൽ ജില്ലാ പഞ്ചായത്ത് 2016-2017 വർഷത്തിലാണ് 15 ലക്ഷം രൂപ അനുവദിച്ചത്. 2017-18 വർഷത്തെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാവുകയും ചെയ്തു. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തന്നെ കെട്ടിടം പ്രവർത്തനരഹിതമായി. 2018 പ്രളയത്തിലാണ് കെട്ടിടത്തെ പിൻവശത്തെ മണ്ണിടിഞ്ഞ് ചുവര് തകർന്നത്. പിൻവശത്തെ 5 സെന്റ് സ്ഥലത്തെ മണ്ണും കല്ലും ഇടിഞ്ഞ് വീണതാണ് ചുവരുകൾ തകരാൻ ഇടയായത്. കെട്ടിടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം പോലും കഴിയും മുന്നേ ചുവരുകൾ തകർന്ന് കെട്ടിടം പ്രവർത്തനരഹിതമായി. മണ്ണിടിഞ്ഞ് വീണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണ് നീക്കം ചെയ്യാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ ജില്ലാ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ല. വലിയ ആരോപണം ഉയർന്നതോടെ മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കുകയും 2024-25 സാമ്പത്തിക വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ആശ ആന്റണി ഫണ്ട് അനുവദിച്ച് ടെൻഡർ നൽകുകയും ചെയ്തു. വർഷം 2 കഴിഞ്ഞിട്ടും കരാറുകാരൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കരാറുകാരനെത്തി മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മരുതുംപേട്ടയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള പകൽ വീടിന്റെ പുറകുവശത്തുള്ള ഭിത്തി മൺതിട്ടകൾ ഇടിഞ്ഞു വീണത് മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ആ പകൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ നമുക്കത് പൂർത്തിയാക്കി ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണ്. വരുന്ന 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജനപ്രതിനിധികളുടെ നിസ്സംഗ മനോഭാവമാണ് 15 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാതായി മാറിയത്. 7 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും അതിനിപ്പോൾ ശാപമോക്ഷമായിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.